പ്രാവശ്യം തോറ്റുപോയ നമ്മുടെ ഈ നിയോജക മണ്ഡലം വടക്കാഞ്ചേരി, അവിടെ നിന്നൊരു UDFന്റെ പ്രതിനിധി ഉണ്ടാവോ? ഒന്ന് ഉറപ്പിച്ചു പറ. എനിക്ക് ഉറപ്പുതാ. ഞാൻ ആ ഉറപ്പ് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു. ഇത് നമ്മുടെ കോട്ടയാണ്. അവര് ലൈഫ് മിഷന്റെ കാര്യമൊക്കെ പറഞ്ഞ് അനിലക്കരയെ ബുദ്ധിമുട്ടിച്ചു. ഇതുവരെ പൂർത്തിയായിട്ടില്ല അല്ലേ? ഇതുവരെ പൂർത്തിയായിട്ടില്ല. നമ്മൾ വരുമ്പോൾ അതൊക്കെ പൂർത്തിയാക്കും. നമ്മൾ വരാൻ വേണ്ടി അപ്പൊ പൂർത്തിയാക്കും. അപ്പൊ 100-ലധികം സീറ്റുമായി നമ്മൾ വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു UDFന്റെ MLA ഉണ്ടായിരിക്കണം. പറഞ്ഞോ, അതൊന്നുമില്ല. നമ്മൾ എല്ലാവരും കൂടി, അതാണ് ടീം UDF എന്ന് പറഞ്ഞത്. അന്ന് ബുഷറ റഷീദ് പറഞ്ഞത് ശരിയായി. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിലുള്ള തമ്മിലടി എങ്ങുമെത്തിയില്ല. VD സതീശൻ നയിച്ചിരുന്ന പൊതുയുഗ യാത്രയ്ക്കിടെ വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് നേതാവുമായ ബുഷറ റഷീദ് വടക്കാഞ്ചേരിയിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് VD സതീശനോട് പരാതിപ്പെട്ടത്. അതൊന്നുമില്ലെന്നാണ് VD സതീശൻ ബുഷറ റഷീദിന് നൽകിയ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുമ്പേ സ്ഥാനാർത്ഥിയെ ചൊല്ലി വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൽ കലാപക്കൊടി ഉയർന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ വൈശാഖ് നാരായണസ്വാമിക്കെതിരെ ഹൈക്കമാൻഡിനും കേരളത്തിലെ പ്രധാന നേതാക്കൾക്കും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിലെ ചുമതലയുള്ള ദീപാസ് മുൻഷി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവർക്കാണ് പരാതി നൽകിയത്. KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, PJ രാജു, ഷാഹിദ റഹ്മാൻ, NR സതീശൻ, ജിജോ കുര്യൻ, NA സാബു, O ശ്രീകൃഷ്ണൻ എന്നിവർ പരാതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ കാലങ്ങളായി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വഴക്കും പടലപ്പിണക്കവും നിലനിൽക്കുന്നുണ്ട്. മത്സരിക്കാൻ തയ്യാറായി നിന്നിരുന്ന ചിലരാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിക്കേണ്ട പ്രവർത്തകർ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനവും കുതികാൽ വെട്ടലും കേന്ദ്ര നേതൃത്വത്തിന് ഇവരെ അറിയിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചതാണ് വിവരം. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.